ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഐഷ ശ്രീ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചൂടിനും നോമ്പിനും ദാഹവും ക്ഷീണവും മാറാനും ശരീരം തണുക്കാനും വേണ്ടിയിട്ട് കക്കരിക്ക കൊണ്ട് 3 വ്യത്യസ്ത രുചികളിലുള്ള റിഫ്രഷിംഗ് ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഈ 3 ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയും കണ്ടു നോക്കൂട്ടോ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ 3 ഡ്രിങ്കും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കക്കരിക്ക നല്ലതുപോലെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. കക്കരിക്ക എടുക്കുമ്പോൾ അധികം മൂപ്പില്ലാത്ത ഇളയ കക്കരിക്ക തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ. അതുപോലെ ചില കക്കരിക്കയ്ക്ക് ചെറിയൊരു കയ്പ്പുണ്ടാവും. അപ്പോൾ ആ കയ്പ്പൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കക്കരിക്ക തന്നെ നോക്കിയിട്ട് എടുക്കുക. ഇനി ഈ കക്കരിക്കയുടെ തൊലിയൊക്കെ ഒന്ന് പീൽ ചെയ്ത് മാറ്റുക. നമ്മളിവിടെ 3 വ്യത്യസ്ത രുചികളിലുള്ള ഡ്രിങ്ക്സ് അല്ലേ തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കൂടുതൽ കക്കരിക്ക എടുത്തിട്ടുള്ളത്. ഇനി ഈ കക്കരിക്കയുടെ ഈ 2 അറ്റവും കട്ട് ചെയ്ത് മാറ്റുക. ചില കക്കരിക്കയുടെ ഈ 2 അറ്റവും ചെറിയ കയ്പ്പുണ്ടാവാറുണ്ട്. അപ്പോൾ അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആ മിക്സിയുടെ ജാറിലിട്ട് കറക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ച മുഴുവൻ കക്കരിക്കയും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഈ കക്കരിക്ക കൊണ്ട് ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത കുറച്ച് കക്കരിക്ക കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു പിടി പുതിനയുടെ തണ്ടൊന്നുമില്ലാതെ ഇല മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ്. നമ്മളിവിടെ 2 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ 2 ഗ്ലാസ് അളവിലേക്ക് ഞാനിവിടെ ഈ ഒരു തവിക്ക് ഒരു 1.5 തവി തൈരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് പച്ചമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം പച്ചമുളക് അതിൻ്റെ സീഡ്സൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് തണുത്ത വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടി പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പം ഞാനിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളെടുത്ത കുക്കുംബർ അധികം മൂപ്പില്ലാത്ത ഇളയതായതുകൊണ്ട് തന്നെ അത് നല്ലതുപോലെ അരഞ്ഞ് കിട്ടും. ഇനി പുതിനയിൽ അരയാത്തതുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അരിച്ചെടുത്തത്. ഇത് കണ്ട നമ്മുടെ കുക്കുംബറും പുതിനയിലൊക്കെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞ് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ കുക്കുംബർ കൊണ്ട് വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു കുക്കുംബർ ലസ്സിയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇത് ഷുഗർ പേഷ്യൻസിനും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ കുക്കുംബർ കൊണ്ട് നിങ്ങൾ ഇതുപോലൊരു ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടുത്തതായിട്ട് നമ്മൾ കുക്കുംബർ കൊണ്ട് 2ാമത്തെ ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഞാനിതും ഒരു 2 ഗ്ലാസ് ഡ്രിങ്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ 2 ഗ്ലാസ് ഡ്രിങ്കിലേക്ക് ഞാൻ 2 കുക്കുംബർ കട്ട് ചെയ്തതാണ് ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ഗ്ലാസ് ഡ്രിങ്കാണോ തയ്യാറാക്കിയെടുക്കുന്നത് അതിനനുസരിച്ച് കുക്കുംബർ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു പിടി പുതിനയില എടുത്തിട്ട് അതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഇല മാത്രമായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് നിങ്ങളുടെ അടുത്ത് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ഏലക്കയും നല്ല തണുത്ത പാലുമാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒരൽപ്പം മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്ര ലൂസായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ ഇതിലേക്ക് ഒരുപാട് പാല് ചേർത്ത് കൊടുത്താൽ ഈ കുക്കുംബറും പുതിനയിലയും നല്ലതുപോലെ അരഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്ര ലൂസായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ. വെള്ളം കൂടിപ്പോയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്.
ഇത് കണ്ട നമുക്ക് കുക്കുംബറും പുതിനയിലൊക്കെ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അരഞ്ഞ് കിട്ടുകയാണെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ലൂസായിട്ടാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കസ്കസ് ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിട്ട് നല്ലതുപോലെ സോക്ക് ചെയ്തെടുത്തതാണ്. അപ്പോൾ കസ്കസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സോക്ക് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ കസ്കസ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് ഇതിലും കൂടുതൽ തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ സെർവ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കുറച്ച് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുക്കുംബർ ജ്യൂസാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇനി നമ്മൾ മൂന്നാമത്തെ ഡ്രിങ്കാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുക്കുംബർ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം ബാക്കി പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കോ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ആദ്യം ഈ കുക്കുംബർ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്ര ലൂസായിട്ടാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഞാൻ ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2-3 ഡ്രോപ്പ് പിസ്താച്ചിയോൻ്റെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് പിസ്താച്ചിയോൻ്റെ എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 10 രൂപേൻ്റെ 3 പാക്കറ്റ് വാനില ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് വലിയ പാക്കറ്റ് ഐസ്ക്രീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു 3 സ്കൂപ്പ് ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഐസ്ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഡ്രിങ്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഐസ്ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല കേട്ടോ, ഇത് നേരെ ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഈ കുക്കുംബർ നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയതുകൊണ്ട് ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഈ ഒരു ലൂസിലാണ് കേട്ടോ ഈ ഡ്രിങ്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പാല് ചേർത്ത് കൊടുത്തിട്ട് ലൂസാക്കിയിട്ടെടുക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസ് സോക്ക് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുക്കുംബർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മൂന്നാമത്തെ ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സുകളിലേക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു ഗ്ലാസ്സിന് 5 ഗ്ലാസ് ഡ്രിങ്കാണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. 1.5 പാക്കറ്റ് പാലും 4 കുക്കുംബർ കൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു 5 ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രിങ്ക് എത്ര ഗ്ലാസ്സാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് പാലും കുക്കുംബറും എടുക്കുക. നമ്മളിതിൽ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കുംബർ ജ്യൂസാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഞാനിതിൻ്റെ ടോപ്പിൽ കുറച്ച് പിസ്ത കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കുക്കുംബർ കൊണ്ടുണ്ടാക്കിയ ഈ 3 ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും അതുപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്ക് വന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. Thank you.